നമസ്കാരം. പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് സന്ദേശ് ഖാലി സന്ദർശിക്കാനുള്ള അനുമതി കൽക്കട്ട ഹൈക്കോടതി കൊടുത്തതും അതിന് തൊട്ടു പിന്നാലെ സന്ദേശ് ഖാലിയിലേക്ക് ചെന്ന അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും മമതയുടെ പോലീസും ചേർന്ന് തടഞ്ഞതുമെല്ലാം ഇന്നലെ വലിയ വാർത്തയായി ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ സുവേന്ദു അധികാരി പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശ് ഖാലി സന്ദർശിച്ചേക്കുമെന്നും അദ്ദേഹം സന്ദേശ് ഖാലിയിലെ ഇരകളായ സ്ത്രീകളോടൊപ്പം സമയം ചെലവഴിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുമെന്നുകൂടി സുവേന്ദു അധികാരി പറയുന്നുണ്ട്. രാജ്യം ഒന്നടങ്കം നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കർഷക സമരത്തിന് വലിയ പ്രാധാന്യം നൽകി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് പ്രാധാന്യം അർഹിക്കുന്ന വാർത്ത തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലി കാണാതെ പോകുന്നു എന്നുള്ള ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. നിലവിൽ ഇവിടെ ഏറ്റവും അധികം ഒരു ജനവികാരം ഉയർന്നു വന്നിരിക്കുന്നത് തീർച്ചയായും മമതാ ബാനർജിക്കെതിരെയും അതിനോടൊപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ ഷാജഹാൻ ഷെയ്ഖിനെതിരെയുമാണ്. ഈ ഷാജഹാൻ ഷെയ്ഖും കൂട്ടാളികളും ചേർന്നാണ് ഇത്രയധികം സ്ത്രീകളെ ലൈംഗിക അതിക്രമത്തിന് ഉൾപ്പെടെ വിധേയരാക്കിയതെന്നും പറയപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ പ്രതിഷേധം ഉയർന്നിട്ടും എന്തുകൊണ്ട് സ്വന്തം നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ മമതാ ബാനർജി തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയപരമായി തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഇപ്പോൾ സന്ദേശ് ഖാലിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ. ഇത് സന്ദേശ് ഖാലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമില്ല. നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഹൗറ ജില്ലയിലെ ചില പട്ടണങ്ങളിലടക്കം സ്ത്രീകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. പശ്ചിമ ബംഗാളിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. അവിടെ സ്ത്രീകൾ എപ്പോഴൊക്കെ പ്രക്ഷോഭത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ രാഷ്ട്രീയ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇത്തവണയും അത് ഉണ്ടാകും എന്ന് തന്നെയാണ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിനു മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമാണ് സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഈ സമരത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ പശ്ചിമ ബംഗാളിന്റെ പല ഭാഗങ്ങളിലേക്ക് സംഘർഷം വ്യാപിക്കുമ്പോൾ മമതാ ബാനർജിയുടെ സർക്കാർ നിഷ്ക്രിയമായി ഇതിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇവിടെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രമസമാധാന നില തകരാതെ നോക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മോദി നേരിട്ട് സന്ദേശ് ഖാലിയിൽ എത്തുമ്പോൾ ഒരു നിർണായകമായ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു നിർണായകമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.